ഇന്ന് നമുക്ക് രജിഷ വിജയൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മസ്തിഷ്ക മരണം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ നടക്കുന്നത് 2046-ലാണ്. നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചി 2046-ൽ നിയോ കൊച്ചിയായി മാറിയിരിക്കുകയാണ്. അതായത് എഐയുടെ കടന്നുകയറ്റം വന്നിരിക്കുന്നു. ഡിജിറ്റൽ യുഗം. വലിയ വലിയ ബിൽഡിങ്ങും പക്ഷികൾ പാറി നടക്കുന്ന ആകാശത്ത് കാറുകളും ഡ്രോണുകളും ഒക്കെയാണ് പറക്കുന്നത്. നമ്മുടെ ഏറ്റവും നല്ല ഓർമ്മകളൊക്കെ സ്റ്റോർ ചെയ്യാനും മോശപ്പെട്ട ഓർമ്മകളൊക്കെ ഡിലീറ്റ് ചെയ്യാനും വരെ കഴിയും. കാശിന് ആവശ്യം വന്നു കഴിഞ്ഞാലോ നമ്മുടെ നല്ല നല്ല ഓർമ്മകൾ വിൽക്കുവാനും കഴിയുന്നുണ്ട്. മറ്റുള്ളവരുടെ നല്ല ഓർമ്മകൾ വാങ്ങി അവരുടെ നല്ല നിമിഷങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുവാനായിട്ടും കഴിയും. എങ്ങനെയെന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫോറിൻ കൺട്രി ഉണ്ട്. അവിടെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കും, പക്ഷേ നടക്കുന്നില്ല. എന്നാൽ അവിടെ പോയ ആളിന്റെ മെമ്മറി വാങ്ങിയിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയതുപോലെ ഫീൽ ചെയ്യുവാനായിട്ട് കഴിയും. ഇതേ നിയോ കൊച്ചിയിൽ തന്നെയാണ് കഥാനായകനായ ബിമൽ താമസിക്കുന്നത്. ബിമലിനൊരു മകൾ ഉണ്ടായിരുന്നു. മകൾ മരണപ്പെട്ടു പോയി. അതിന്റെ ആഘാതം ഇന്നും ബിമലിന്റെ മനസ്സിലുണ്ട്. ബിമലിന്റെ ആ ഓർമ്മകളൊക്കെ ഒറ്റ ഡിലീറ്റ് ബട്ടണിലൂടെ മായ്ച്ചു കളയാനാകുമെങ്കിലും അവൻ അത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താനൊരു റോബോട്ടിനെ പോലെ ആയി പോകുമെന്നാണ് ബിമൽ ചിന്തിക്കുന്നത്. മകളുടെ ഓർമ്മകൾ മറക്കുവാനായിട്ട് ബിമൽ ചെയ്യുന്നത് ഒരു ഗെയിമിംഗ് ചിപ്പ് വാങ്ങും. ആ ചിപ്പിലുള്ളത് ചൈനയിലെ ഹോസ്പിറ്റലിൽ മരിക്കാറായി കിടക്കുന്നവരുടെയും ആക്സിഡന്റ് ആയി കിടക്കുന്നവരുടെയും ഓർമ്മകളെല്ലാം ചിപ്പ് രൂപത്തിലാക്കി ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. ആ ചിപ്പ് ബിമൽ വാങ്ങും. എന്നിട്ട് വിർച്വൽ റിയാലിറ്റിയിലൂടെ അവൻ ആ ഗെയിം കളിക്കും. ഗെയിം കളിക്കുമ്പോഴോ ഒരുപാട് ഹീറ്റ് ഉണ്ടാകുന്നതിനാൽ ബാത്ത് ടബിൽ കിടന്നു വേണം ഗെയിം കളിക്കുവാനായിട്ട്. ആ ഗെയിമിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. ഓരോരുത്തരുടെയും ഓർമ്മകളാണ് ഗെയിം രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ബിമൽ സ്വന്തം വിഷമം മറക്കുവാനായിട്ട് ആരംഭിക്കുന്നു. മറ്റുള്ളവരുടെ മെമ്മറിയിലൂടെ ജീവിച്ച് ജീവിതം തള്ളി നീക്കുകയാണ് ബിമൽ. ബിമലും ഭാര്യ അനന്തിയും ഡിവോഴ്സ് ചെയ്തതാണ്. പക്ഷെ എന്നാലും അവർ ഇന്ന് നല്ല ഫ്രണ്ട്സാ. അനന്തി തന്റെ മകളുടെ മെമ്മറിയെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് ഹാപ്പിയായി ജീവിക്കുക. ഒരിക്കൽ ബിമലിനെ കാണാനെത്തിയ അനന്തി ബിമലിന്റെ പണ്ടത്തെ ക്രഷായ ലോക പ്രശസ്ത നടി ഫ്രിഡ സോമന്റെ ഒരു എക്സ്പീരിയൻസ് വിറ്റിറങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഫ്രിഡ സോമൻ ഒരു സിനിമാ നടിയാണല്ലോ. സെലിബ്രിറ്റികളുള്ള കാലത്ത് ലോകം മുഴുവൻ ആരാധകരുള്ള ഒരേ ഒരു മനുഷ്യ സെലിബ്രിറ്റിയാണ് ഫ്രിഡ സോമൻ. എന്നാൽ ഈ ഫ്രിഡ സോമൻ ഓസ്കാർ കിട്ടിയപ്പോഴോ ഓസ്കാർ അവാർഡിലെ പ്രതിമ പുരുഷനാണെന്ന് പറഞ്ഞ് അവാർഡ് പോലും നിരസിച്ചു. മാത്രവുമല്ല, ഫ്രിഡയുടെ പേരിൽ ഉടുപ്പിയിൽ ഒരു അമ്പലവുമുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ ഫ്രിഡയാണ്. എന്നാൽ ഇപ്പോൾ ഫ്രിഡ തന്റെ കാമുകനായ സൈമണിനൊപ്പം ചെയ്ത പ്രൈവറ്റ് കാര്യങ്ങളടങ്ങിയ ഓർമ്മ ഇപ്പോൾ ബിമലിന്റെയും അനന്തിയുടെയും ഫ്രണ്ടായിട്ടുള്ള ചാർലിയുടെ കൈവശമുണ്ട്. സൈമന്റെ മെമ്മറിയാണത്. സൈമണും ഫ്രിഡയും എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം മെമ്മറി വാങ്ങി യൂസ് ചെയ്യുന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാകും. ഉടനെ തന്നെ ബിമൽ ചാർലിക്ക് അടുത്തേക്കും എത്തുന്നു. ഈ ചാർലി വിർച്വൽ റിയാലിറ്റി യൂസ് ചെയ്യുവാനായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്. ഒരുപാട് പേർ പഠിക്കുവാനായും എത്തിയിട്ടുണ്ട്. ചാർലി തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ബിമലിന് സൈമൺസ് മെമ്മറിയുടെ ഒരു കോപ്പി കൊടുക്കുന്നു. അതുമായിട്ട് ഫ്രിഡയോടൊപ്പമുള്ള മൊമെന്റ്സ് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് ബിമൽ തന്റെ വീട്ടിലേക്കും എത്തും. എന്നിട്ട് ബിമൽ വിർച്വൽ റിയാലിറ്റി വഴി സൈമൺസ് മെമ്മറി ഗെയിം രൂപത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുവാനായും ആരംഭിക്കുന്നു. ബിമൽ ഗെയിമിലേക്ക് കടക്കുകയാണ്. 7 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാ. ബിമൽ എത്തുന്നത് ഒരു ഹോട്ടലിലേക്ക്. ബിമലിനടുത്തേക്ക് എത്തിയ ഫ്രിഡ അവനൊരു കിസ് കൊടുക്കുന്നു. ആ കിസ് കിട്ടിയതും അവൻ പുളകം കൊള്ളുകയാണ്. മറ്റൊരാളുടെ അനുഭവമാണല്ലോ ബിമൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ കൊണ്ടുവന്നോ ഷാജിയേട്ടാ എന്ന് ഫ്രിഡ ചോദിക്കും. സൈമന്റെ മെമ്മറിയാണല്ലോ, എന്തിനാണ് ഫ്രിഡ ഷാജിയേട്ടാ എന്ന് വിളിക്കുന്നതെന്ന് പിന്നീട് മനസ്സിലാകും. കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് കയറും കത്തിയും മണ്ണെണ്ണയും ഒക്കെ ബിമൽ കാണിക്കും. വാ, നമുക്ക് CCTV റൂം കത്തിക്കാമെന്ന് പറയുന്നു. ആദ്യം ബിമൽ തയ്യാറായില്ല. ഫ്രിഡ അവന് വീണ്ടും ഒരു കിസ് കൊടുത്തു. ആ ഒരു കിസ് കിട്ടിയതും CCTV റൂം മാത്രമല്ല, ഈ ഹോട്ടൽ വേണമെങ്കിലും ഞാൻ കത്തിക്കാമെന്ന മൈൻഡിലാണ് ബിമൽ നിൽക്കുന്നത്. അവൻ അതിന് തയ്യാറാകും. അങ്ങനെ അവരാണെങ്കിലോ ക്യാമറയിൽ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്കും ധരിച്ചാണ് പോകുന്നത്. CCTV റൂമും കത്തിച്ചു. എന്നിട്ട് റൂമിലേക്കും എത്തുകയാണ്. ഹോട്ടൽ തീപിടിച്ചതെറിഞ്ഞ് ഹോട്ടലിലുള്ളവരൊക്കെ ഇറങ്ങി ഓടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ റൂമിലേക്ക് എത്തുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച ബിമൽ കാണുന്നത്. ഫ്രിഡ ഒരാളെ അടിച്ചു കൊന്നിട്ടിരിക്കുന്നു. അത് കണ്ട് ബിമലാണെങ്കിലോ തലകറങ്ങി വീഴും. ബോധമറ്റ് കിടക്കുന്ന ബിമലിനെ തട്ടി വിളിച്ചിട്ട് ഫ്രിഡയാണെങ്കിൽ, ഷാജിയേട്ടാ, സോറി ഷാജി, ഞാൻ അറിയാതെ പറ്റിയതാ, എനിക്ക് ആരുമില്ല. ഇയാളെന്റെ റൂമിലേക്ക് കയറി വന്ന് എന്നോട് മോശമായി പെരുമാറി, അതാ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ഞെട്ടി നിൽക്കുന്ന ബിമലിനാണെങ്കിൽ ഫ്രിഡ വീണ്ടും ഒരു 5-6 കിസ് കൂടി കൊടുത്തപ്പോഴോ അവൻ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുവാനായിട്ടും തയ്യാറാകുന്നു. അങ്ങനെ അവിടെയുള്ള കാർപ്പറ്റിൽ ഡെഡ് ബോഡി പൊതിഞ്ഞിട്ട് ഫ്രിഡയുടെ കാറിലിട്ട് അവർ കൊണ്ടുപോകുവാനായിട്ട് ഒരുങ്ങുകയാ. ഫ്രിഡയും കൂടെയുണ്ട്. രണ്ടാളും പോകുവാനായി ഇറങ്ങുമ്പോഴോ അവരുടെ കാറിന് മുന്നിലേക്ക്
മഞ്ഞപ്രാവുന്ന ഓൺലൈൻ മീഡിയ ചാനലിലെ ഹരികുമാർ വന്നു നിൽക്കുന്നു. ഇയാൾ പണ്ട് ഫ്രിഡയുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ വന്നത് തന്നെ ഒന്ന് അടുത്ത ജംഗ്ഷൻ വരെ കൊണ്ടാക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാ. എത്ര തന്നെ വണ്ടിയിൽ കയറ്റണ്ട എന്ന് ഫ്രിഡ വിചാരിച്ചിട്ടും അയാൾ കാറിൽ ചാടി കയറിയിരുന്നു. വേറെ വഴിയില്ലാതെ അയാളെയും കൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഹരികുമാർ പറയും, ഞാനേ ക്ലിന്റ് മാർത്താണ്ഡൻ എന്ന വലിയൊരു പ്രൊഡ്യൂസറിനെ മാഡത്തിനടുത്തേക്ക് പറഞ്ഞു വിട്ടിരുന്നു. നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ എടുക്കുവാനായിട്ട് ക്ലിന്റ് മാർത്താണ്ഡൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതിനാണ് മാഡത്തിനെ കാണാനായിട്ടും എത്തിയിരുന്നത്. അയാൾ എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട്. ഇപ്പോൾ വിളിച്ചിട്ട് കോൾ എടുക്കുന്നതുമില്ല എന്നും ഹരികുമാർ പറയുന്നു. ഈ ക്ലിന്റ് മാർത്താണ്ഡനെയാണ് ഫ്രിഡ അടിച്ചു കൊന്ന് കാറിൽ കൊണ്ടുപോകുന്നതും. ഹരികുമാർ പറയുന്നത് കേട്ട് ഫ്രിഡയാണെങ്കിൽ ഹരികുമാറിനെ പകുതി വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോകുന്നു. എന്നാൽ അവർ പോയി കഴിഞ്ഞതും തന്റെ കയ്യിൽ രക്തം പറ്റിയിരിക്കുന്നത് ഹരികുമാർ ശ്രദ്ധിക്കുന്നു. എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് പിറകിലൂടെ വന്ന വണ്ടിയിൽ അവരെ ഫോളോ ചെയ്ത് പോവുകയാണ് ഹരികുമാർ. ഫ്രിഡയും ബിമലും ക്ലിന്റിനെ കുഴിച്ചിടുവാൻ വേണ്ടിയിട്ട് കുഴിയെടുക്കുന്നത് ഹരികുമാർ കണ്ടുകൊണ്ടുവരുന്നു. ഓ, ഇതാണല്ലേ കാര്യം, ഞാനിത് പോലീസിൽ അറിയിക്കുമെന്ന് ഹരികുമാർ ഭീഷണിപ്പെടുത്തുമ്പോഴോ, ആരോടും പറയരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഫ്രിഡ പറഞ്ഞിട്ടും അത് കേൾക്കുവാനായിട്ട് ഹരികുമാർ കൂട്ടാക്കിയതേയില്ല. ദേഷ്യമെന്ന ഫ്രിഡയാണെങ്കിലോ വേറെ വഴിയില്ലാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഷവ്വൽ ഉപയോഗിച്ച് അയാളുടെ തലക്കടിച്ച് വീഴ്ത്തുന്നു. അയാളെയും ക്ലിന്റ് മാർത്താണ്ഡനൊപ്പം കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. അത് കണ്ട ബിമലാണെങ്കിലോ സൈമൺസ് മെമ്മറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ചാർലിയോട് പോയി കണ്ട കാര്യങ്ങളൊക്കെ തുറന്നു പറയും. നീ ഏത് മെമ്മറിയുടെ കാര്യമായി പറയുന്നത്? ഞങ്ങളെല്ലാം കണ്ടതും എക്സ്പീരിയൻസ് ചെയ്തതും സൈമണിന്റെ ഫ്രിഡയോടൊപ്പമുള്ള പ്രൈവറ്റ് മൊമെന്റ്സ് ആണ്. ഞങ്ങൾക്കെല്ലാം ആസ്വദിക്കാനായും കഴിഞ്ഞിട്ടുണ്ടെന്നും ചാർലി പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് തന്റെ പ്രൈവറ്റ് മെമ്മറി ലീക്കായതറിഞ്ഞ ഫ്രിഡ തന്റെ വക്കീലായ ഡെസ്റ്റിമോണയും കൂട്ടി സ്റ്റേഷനിലേക്ക് എത്തി കംപ്ലൈന്റ് കൊടുക്കുന്നു. എല്ലാം കേട്ട പോലീസ് ഓഫീസർ അത്തരം മെമ്മറീസ് കാണുന്നതിനൊന്നും വലിയ കുറ്റമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വെറും മെമ്മറിയല്ല, കാണുന്നവർക്ക് മാഡവുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനാകുമെന്നും ഡെസ്റ്റിമോണ പറയുന്നു. അങ്ങനെ പോലീസാണെങ്കിലോ ആ മെമ്മറി വിതരണം ചെയ്ത ചാർലിയെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ചാർലിയും കൂട്ടനും കണ്ട സൈമൺസ് മെമ്മറിയിലെ സൈമൺ ആരാണെന്ന് ആർക്കും തന്നെ അറിയത്തേയില്ല. ആരും കണ്ടിട്ടുമില്ല. എല്ലാവരും മെമ്മറി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എല്ലാവരും അവരെ തന്നെയാണല്ലോ കാണുന്നത്. ഫ്രിഡയ്ക്ക് പോലും സൈമൺ ആരാണെന്ന് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഫ്രിഡയോട് തന്നെ ആ ഒരു മെമ്മറി എക്സ്പീരിയൻസ് ചെയ്യണമെന്നും സൈമൺ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും പറയുന്നു. സ്റ്റേഷനിൽ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഫ്രിഡ കാണുന്നത് ബിമൽ കണ്ട അതേ സൈമൺസ് മെമ്മറി ചിപ്പിലെ കാര്യമാണ്. അത് ആരുടെ മെമ്മറിയാണെന്നുള്ള കാര്യം ഫ്രിഡയ്ക്ക് മനസ്സിലായി. ആരാ, ആളിനെ മനസ്സിലായോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് ഫ്രിഡ കള്ളം പറയുന്നു. അതിലുള്ളത് ഫ്രിഡ ചെയ്ത 2 കൊലപാതകങ്ങളുടെ മെമ്മറിയാണല്ലോ. ഇതെല്ലാം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ താൻ അകത്താകുമെന്നുള്ള കാര്യം ഫ്രിഡയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം ചാർലി ആർക്കൊക്കെ ചിപ്പ് കൊടുത്തോ അവരെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ഒരുപാട് ആളുകളെ കൊണ്ട് സ്റ്റേഷൻ നിറയും. ചാർലി വിർച്വൽ റിയാലിറ്റിയുടെ ക്ലാസ് എടുക്കുകയാണല്ലോ. ക്ലാസ് എടുക്കുന്നവർക്ക് എല്ലാവർക്കും ചാർലി ആ ഒരു ചിപ്പ് കൊടുക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ബിമലുമുണ്ട്. എന്നാൽ കൂട്ടത്തിൽ ബിമലിന്റെ ഭാര്യ അനന്തിയുമുണ്ട്. എല്ലാവരും ഫ്രിഡയുടെ പ്രൈവറ്റ് വീഡിയോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണല്ലോ കഴിഞ്ഞത്. ആനന്ദിക്കും അത് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത്. പക്ഷേ ബിമലിന് മാത്രമാണ് ഫ്രിഡ ചെയ്ത കൊലപാതകം എക്സ്പീരിയൻസ് ചെയ്യാനായത്. ബിമൽ പോലീസിനോട് അതെല്ലാം തുറന്നു പറയുന്നു. ബിമൽ പറഞ്ഞത് സത്യമാണോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ക്ലിന്റ് മാർത്താണ്ഡനെയും ഹരികുമാറിനെയും പറ്റി അന്വേഷിക്കുമ്പോഴോ 7 വർഷമായി അവർ മിസ്സിംഗ് ആണെന്നറിയും. ബിമൽ ഫ്രിഡ അവരെ കുഴിച്ചിട്ട സ്ഥലമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്നും 2 അസ്ഥികൂടവും പോലീസ് കണ്ടെത്തുന്നു. അത് രണ്ടും ക്ലിന്റ് മാർത്താണ്ഡന്റെയും ഹരികുമാറിന്റെയും ആണെന്നും തെളിയുകയാണ്. ഫ്രിഡയോടൊപ്പം ഇതിനെല്ലാം കൂട്ടുനിന്ന സൈമണിനെ കണ്ടെത്തുവാനായിട്ട് ഒന്നുകൂടി മെമ്മറി യൂസ് ചെയ്യുവാനായിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ ബിമലിനോട് പറയുന്നു. അപ്പോൾ അവിടെ വല്ല കണ്ണാടിയും ഉണ്ടെങ്കിൽ കണ്ണാടിയിൽ മുഖം നോക്കണമെന്നും പ്രത്യേകം പോലീസ് പറയും. അങ്ങനെയാണെങ്കിൽ സൈമണിനെ കണ്ടെത്താമല്ലോ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ബിമൽ സൈമൺ മെമ്മറി യൂസ് ചെയ്യുന്നു. എന്നാൽ ഫ്രിഡയാണെങ്കിലോ നടന്ന കാര്യങ്ങളെല്ലാം ഡെസ്റ്റിമോണിയോട് തുറന്നു പറയുകയാണ്. അവർ യൂസ് ചെയ്യുന്നത് ഷാജിയുടെ മെമ്മറിയാ. ഈ സൈമൺ ആരാണെന്നുള്ള കാര്യം എനിക്കറിയത്തേയില്ല. 7 വർഷം മുൻപ് ക്ലിന്റ് മാർത്താണ്ഡൻ എന്നെ കയറി പിടിക്കുവാനായി വന്നപ്പോഴോ ഞാൻ അയാളെ അടിച്ചു. അതിലയാൾ മരണപ്പെട്ടു. സഹായത്തിനായിട്ട് ഞാൻ വിളിച്ചത് എന്റെ ഫാൻ ബോയായ ഷാജിയാണ്. ഷാജി അവന്റെ സ്വന്തം ബ്ലഡ് കൊണ്ടാണ് എനിക്ക് ലെറ്റർ എഴുതി തന്നത്. അവൻ എന്നെ ഒരുപാട് ആരാധിക്കുന്നു. അതാ ഞാൻ അവനെ വിശ്വസിച്ചത്. പക്ഷേ ഈ ഷാജിയുമായിട്ട് ഞാൻ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ അവർക്ക് എന്റെ ഫിസിക്കൽ എക്സ്പീരിയൻസ് മെമ്മറി കിട്ടിയെന്ന് അറിയില്ല എന്നും ഫ്രിഡ പറയുന്നു. അന്ന് ബിമൽ സൈമൺസ് മെമ്മറി എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ ഷാജിയേട്ടാന്ന് ബിമലിനെ വിളിച്ചല്ലോ. സത്യത്തിൽ അത് ഷാജിയുടെ മെമ്മറി ആയതുകൊണ്ടാണ്. അങ്ങനെ ബിമലാണെങ്കിലോ ചിപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ ഷാജിയുടെ മെമ്മറിയാണല്ലോ സൈമൺ എന്ന പേരിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഷാജിയുടെ മുഖം കണ്ണാടിയിലൂടെ കാണുന്നു. പോലീസും അതിന്റെ രേഖാചിത്രം വരച്ചെടുക്കുകയാണ്. അന്വേഷണവും ആരംഭിച്ചു. ബിമലിനെ വക്കീൽ വന്ന് ജാമ്യത്തിൽ ഇറക്കുകയാണ്.
ബിമൽ വീട്ടിലേക്ക് പോകും വഴി ആരോ ഒരാൾ ബിമലിനെ ഫോളോ ചെയ്യുന്നു. അത് മറ്റാരുമല്ല, ഷാജിയായിരുന്നു. എന്നാൽ ഫ്രിഡയാണെങ്കിലോ ബിമലിനെ എല്ലാം അറിയാവുന്നതിനാൽ അവനെ കൊല്ലുവാനായിട്ടും ഒരു വാടക കൊലയാളിയെ ഏർപ്പാടാക്കുന്നു. ബിമൽ വീട്ടിലേക്ക് എത്തിയതും വീട്ടിൽ ഒളിച്ചിരുന്ന വാടക കൊലയാളി ബിമലിനെ ആക്രമിക്കും. ഒപ്പം ഷാജിയുമുണ്ട്. ഫൈറ്റിനിടയിൽ ബിമലാണെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി മൂന്നിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊലപാതക ശ്രമത്തിന് ഫ്രിഡയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഫ്രിഡ താൻ പിടിക്കപ്പെട്ടുവെന്നും എന്തായാലും ഈ ഒരു കേസ് കോടതിയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കി വക്കീലുമായിട്ട് ചേർന്ന് കോർട്ട് റൂമിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഏതെങ്കിലും കമ്പനിയുമായിട്ട് ചേർന്ന് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് കാശുണ്ടാക്കാനായിട്ടും തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ചാനലുമായിട്ട് ഫ്രിഡ കൊളാബ് ചെയ്യുകയാണ്. കാശിന് വേണ്ടിയിട്ട് ബിമൽ കെട്ടിച്ചമച്ച കേസാണെന്നുള്ള രീതിയിൽ ചാനലുകാർ ന്യൂസ് പുറത്തുവിടുകയാണ്. അടുത്ത ദിവസം ബിമലിനെയും ഫ്രിഡയെയും പിന്നെ ആ ഒരു മെമ്മറി യൂസ് ചെയ്ത എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കുന്നു. എന്നാൽ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവ് ടെലികാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതെല്ലാം ജനങ്ങളും കാണുകയാണ്. ഫ്രിഡയുടെ വക്കീൽ വാദിക്കുന്നത് ബിമലാണ് രണ്ടാളെയും കൊന്നത്, എന്നിട്ട് ഫ്രിഡയുടെ മേൽ കൊലക്കുറ്റം ഇട്ടുകൊടുക്കുവാനായി ശ്രമിക്കുകയാണെന്നാണ്. എന്നാൽ ബിമലിന്റെ വക്കീലായിട്ടുള്ള ഡോൺ ഫ്രിഡ ആ ഹോട്ടലിൽ താമസിച്ചിരുന്നതിന്റെ തെളിവും പിന്നെ സംഭവ ദിവസം ബിമൽ ഭാര്യ അനന്തയുമായിട്ട് തായ്ലൻഡിൽ ഹണിമൂൺ ട്രിപ്പ് പോയതിന്റെ ഫോട്ടോയും തെളിവായി കാണിക്കുന്നു. ഫ്രിഡയും വക്കീലും ബിമലിനെ കുറ്റക്കാരനാക്കാൻ നോക്കിയിട്ട് നടക്കുന്നതേയില്ല. ഷാജിയെ പോലീസുകാർ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഷാജിയും വിസ്തരിക്കുകയാണ്. ഷാജി നടന്നതെല്ലാം തുറന്നു പറഞ്ഞു. ബിമൽ അന്ന് ചിപ്പ് യൂസ് ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങളെല്ലാം ഷാജിയുടെ മെമ്മറിയാണല്ലോ. അതെല്ലാം ഷാജി കോടതിയിൽ ഏറ്റു പറയുകയാണ്. ഫ്രിഡയുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടോ എന്നും സൈമൺസ് മെമ്മറിയിലെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തത് എന്താണെന്നും വക്കീൽ ചോദിക്കുമ്പോൾ ഫ്രിഡയ്ക്കൊപ്പം ഡെഡ് ബോഡി കുഴിച്ചു മൂടിയിട്ട് തിരികെ താൻ വീട്ടിൽ വന്ന് കിടന്നപ്പോൾ താൻ കണ്ട സ്വപ്നമാണതെന്നും എന്റെ മെമ്മറിക്കൊപ്പം അവരെന്റെ സ്വപ്നവും അടിച്ചു മാറ്റിയെന്നും ഷാജി പറയുന്നു. അത് കേട്ട് മെമ്മറി എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ആകെ ദേഷ്യം വരും. മറ്റൊരാളുടെ സ്വപ്നമാണോ തങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് അങ്ങ് സ്വപ്നം കണ്ടാൽ പോരായിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഷാജിയുടെ മെമ്മറി എങ്ങനെ സൈമൺ മെമ്മറിയാകും? പോലീസുകാർ സൈമണിനെ കിട്ടാത്തതിനാൽ പിടിച്ചുകൊണ്ട് വന്നതാണ് ഈ ഷാജി എന്ന് ടെസ്റ്റിമോണ വാദിക്കും. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ ഫ്രിഡ ഷാജി തന്നെ സഹായിച്ചതിനാൽ ഒരിക്കലും ഈ ഒരു കാര്യം പുറത്തു പോകാതിരിക്കുവാനായിട്ട് ഷാജിയെ കൊല്ലുവാനായിട്ട് ഒരു വാടക കൊലയാളിയെ ഏർപ്പാടാക്കി. സംഭവമെല്ലാം കഴിഞ്ഞ് ചൈനയിലേക്ക് ഷാജി ടൂർ വന്ന സമയമായിരുന്നു വാടക കൊലയാളി ഷാജിയെ അറ്റാക്ക് ചെയ്യുന്നത്. പരിക്ക് പറ്റിയ ഷാജിയെ പ്രവേശിപ്പിച്ചത് ചൈനയിലുള്ള ഹോസ്പിറ്റലിലേക്കും. സിനിമയുടെ തുടക്കത്തിൽ ചൈനയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പരിക്ക് പറ്റിയെത്തുന്നവരുടെ മെമ്മറിയൊക്കെ വിറ്റ് കാശാക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അതേ ഹോസ്പിറ്റലിലേക്കാണ് ഷാജിയെ കൊണ്ടുവന്നതും. അവരാണ് ഷാജിയുടെ മെമ്മറി ലീക്കാക്കിയത്. പിന്നെ ഷാജിയുടെ മെമ്മറി എങ്ങനെ സൈമൺസ് മെമ്മറിയായി മാറിയെന്നാൽ ഷാജി മോൻ എന്നാണ് ഷാജിയുടെ പേര്. ചൈനക്കാർ ഷാജി മോൻ എന്ന് പറഞ്ഞത് സൈമൺ എന്നായി മാറി. അതാണ് ഷാജി മോന്റെ മെമ്മറി സൈമൺസ് മെമ്മറിയായി മാറിയതും. ഫ്രിഡ ഷാജിയെ കൊല്ലുവാനായിട്ട് ഏർപ്പാടാക്കിയത് കൊണ്ടാണല്ലോ ഇതെല്ലാം പുറത്തു വന്നത്. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആരും തന്നെ ഇത് അറിയത്തുമില്ലായിരുന്നു. ഷാജിയുടെ മെമ്മറി ലീക്കാകത്തുമില്ലായിരുന്നു. ഒടുവിൽ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ഫ്രിഡ കുറ്റമെല്ലാം ഏറ്റു പറയുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.